Hi guys, it's me, the Mallu Banger. ഇന്നത്തെ വീഡിയോയിൽ ജാനുവരി ഫസ്റ്റ് വീക്ക് കറണ്ട് അഫെയർസിലെ ഇക്കണോമി ആൻഡ് ബിസിനസ്, അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ്, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ ഈ 3 ടോപ്പിക്സാണ് പറയാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഇൻ്റർനാഷണൽ ന്യൂസും നാഷണൽ അഫെയർസും പറഞ്ഞിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തവണ കേട്ടാൽ പോരാ, വീണ്ടും 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 റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. എന്നാൽ മാത്രമേ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്. അതിലാണ് ഞാൻ ഈ ഡീറ്റെയിൽഡ് PDF ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അതിനൊക്കെ വേണ്ടിയിട്ട് എൻ്റെ ടെലിഗ്രാം ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. India's GDP growth to exceed 6.5% in fiscal year 24 DEA. The half-yearly Economic Review 23-24, November 23, released by the Department of Economic Affairs, Ministry of Finance, mentioned that India's real gross domestic product grew by 7.7% in the first half of the financial year 23-24. അപ്പോൾ എന്താണ് ഹാഫ് ഇയർലി ഇക്കണോമിക് റിവ്യൂ പ്രകാരം അതാരാണ് റിലീസ് ചെയ്തത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്. അവരാണ് ഹാഫ് ഇയർലി ഇക്കണോമിക് റിവ്യൂ ആരാണ് റിലീസ് ചെയ്തത്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് അഫയേഴ്സ്. അതിൽ പ്രകാരം എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇയർ 23-24 7.7% ആയിട്ട് വളർന്നു എന്നാണ് പറയുന്നത്. With this, India is expected to achieve a growth rate of over 6.5% in fiscal year 24. അപ്പോൾ അതുമൂലം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6.5% ആയിട്ട് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്? ഇംപ്രൂവ് ആകും എന്നാണ് പറയുന്നത്. ഓക്കെ, India's real GDP grew by 7.6% on a year-on-year basis in second quarter. അപ്പോൾ ഇന്ത്യയുടെ റിയൽ GDP എന്ന് പറയുന്നത് 7.6% ആയിട്ട് ഇയർ ബേസിസിൽ ഗ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇയർ 24 ആകുമ്പോൾ 6.5% ആയിട്ട് എന്ത് ചെയ്യും? എക്സീഡ് ചെയ്യും. Okay, next news. REC Limited and RVNL signed MOU to finance RVNL infrastructure projects up to rupees 35,000 crore. REC Limited, Rural Electrification Corporation Limited, അതാണ് മുൻപ് REC Limited. അത് ആരുമായിട്ടാണ് MOU സൈൻ ചെയ്യുന്നത്? റെയിൽ വികാസ് നിഗമുമായിട്ട് MOU സൈൻ ചെയ്യുന്നു. 35,000 ക്രോറിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസിലാണ് എന്ത് ചെയ്യുന്നത്? MOU സൈൻ ചെയ്യുന്നത് ഫോർ മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സ് ടു ബി എക്സിക്യൂട്ടഡ് ബൈ RVNL ഓവർ ദ നെക്സ്റ്റ് 5 years. അപ്പോൾ എന്താണ് REC ലിമിറ്റഡ്? നേരത്തെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? റെയിൽ വികാസ് നിഗമുമായിട്ട് MOU സൈൻ ചെയ്തു. എന്തിന്? 35,000 ക്രോസിന് ഉള്ള മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. മൾട്ടി മോഡൽ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട് 35,000 ക്രോറിന് ഉള്ള എമൗണ്ടിന് വേണ്ടിയിട്ടുള്ള ഫൈനാൻസ് ആര് ചെയ്തു? REC. അതിന് വേണ്ടിയിട്ടുള്ള MOU ആര് സൈൻ ചെയ്തു? REC ലിമിറ്റഡ് റെയിൽ വികാസ് നിഗമുമായിട്ട് ചേർന്ന് എന്ത് ചെയ്തു? MOU സൈൻ ചെയ്തു. These projects will include multi-modal logistics hub projects, rail infrastructural projects and road, port and metro projects where RVNL is venturing into. ഓക്കെ, അപ്പോൾ എന്താണ് ന്യൂസ്? REC ലിമിറ്റഡ് RVNL-ആയിട്ട് MOU സൈൻ ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സ് 35,000 കോടി രൂപയുടെ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ട്സിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഇന്ത്യ റേറ്റിംഗ്സ് റൈസസ് ഇന്ത്യ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ഫോർ ഫിസിക്കൽ ഇയർ 24 to 6.7% ഫ്രം 6.2%. ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇന്ത്യ റേറ്റിംഗ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു? ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു ഫിഞ്ച് ഗ്രൂപ്പിൻ്റെ പാർട്ടാണ്. അവർ എന്ത് ചെയ്തു? ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 23-24 ഫിസിക്കൽ ഇയർ 24 6.7% ആയിട്ട് മാറി. 6.2%-ൽ നിന്ന് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 6.7% ആയിട്ട് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഇന്ത്യ റേറ്റിംഗ്സ് എക്സ്പെക്ട്സ് കറൻറ്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ടു നാരോ ടു 1.3% ഓഫ് GDP ഇൻ ഫിസിക്കൽ ഇയർ 24 ഫ്രം 2% ഇൻ ഫിസിക്കൽ ഇയർ 23. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ റേറ്റിംഗ്സ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 1.3% ആണ്. അതിൽ നിന്നും അതായിട്ട് മാറുന്നു. 2%-ൽ നിന്ന് 1.3% ആയിട്ട് മാറും.
അപ്പോൾ എന്താണ് ന്യൂസ്? ഇന്ത്യ റേറ്റിംഗ്സ്, ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് 6.7% ആയിട്ട് മാറി. 6.2%ൽ നിന്ന് 6.7% ആയിട്ട് ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ത് ചെയ്തു? ഇന്ത്യ റേറ്റിംഗ്സ് എന്ത് ചെയ്തു? ഫോർകാസ്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഓല ഇലക്ട്രിക് ബിക്കംസ് ഫസ്റ്റ് ഇന്ത്യൻ E2W കമ്പനി എലിജിബിൾ ഫോർ PLI scheme. Ola Electric Mobility Private Limited, Ola has become the first Indian electric two-wheeler company to get eligible for the production-linked incentive scheme after receiving approval from Ministry of Heavy Industries Limited. അപ്പോൾ എന്താണ് PLI സ്കീം, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിന് എലിജിബിൾ ആകുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലറാണ് എന്ത്? ഓല ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. ഓല ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഫസ്റ്റ് ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ കമ്പനി. PLI സ്കീം എലിജിബിൾ ആവുന്ന ഫസ്റ്റ് ഇന്ത്യൻ ഇലക്ട്രിക് ടൂ വീലർ കമ്പനിയാണ് ആര്? ഓല ഇലക്ട്രിക് മൊബിലിറ്റി പ്രൈവറ്റ് ലിമിറ്റഡ്. നെക്സ്റ്റ് ന്യൂസ് UN ഡെസ എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. അതെന്ത് റിലീസ് ചെയ്തു? വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ്. വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ്, വെസ്പ്. അതെന്താണ് ആ റിപ്പോർട്ട്? ആ റിപ്പോർട്ട് എന്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യാസ് ഇക്കണോമിക് ഗ്രോത്ത് ടു റീച്ച് 6.2% in 2024 which is slightly lower than 6.3% estimated for 2020. അപ്പോൾ എന്താണ്? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് UN ഡെസ എന്താണ് റിലീസ് ചെയ്തത്? വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ്, വെസ്പ്. അത് എന്താണ് ആ റിപ്പോർട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് 6.2% ആകുമ്പോൾ 6.2% ആയിട്ട് 2024 ആകും എന്നാണ് എന്ത് ചെയ്തത്? അത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് 2023 എസ്റ്റിമേറ്റഡ് എന്ന് പറയുന്നത് 6.3% ആയിരുന്നു. ഇന്ത്യസ് GDP ഈസ് എസ്റ്റിമേറ്റഡ് ടു റീച്ച് 6.6% ഇൻ 2025. അപ്പോൾ 2025 ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് എത്രയാണ്? 6.6% ആണ്. സൗത്ത് ഏഷ്യാസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ബൈ 5.2% ഇൻ 2024. ഇറ്റ് ഗ്രൂ ബൈ ആൻ എസ്റ്റിമേറ്റഡ് 5.3% ഇൻ 2023. അപ്പോൾ എന്താണ്? സൗത്ത് ഏഷ്യയുടെ GDP എന്ന് പറയുന്നത് 5.2% ആയിട്ട് 2024 ഇൻക്രീസ് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. 5.3% ആയിട്ട് 2023 ഇൻക്രീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയുടെ GDP എന്ന് പറയുന്നത് 2024 5.2% ആയിട്ട് ഇൻക്രീസ് ആകും എന്നാണ് പറയുന്നത്. It forecast a slowdown in global economic growth from 2.7% in 2023 to 2.4% in 2024 with short-term risk and structural vulnerabilities. പിന്നെ അതെന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്? 2023 2.7% ആയിട്ടുണ്ടായിരുന്ന ഗ്രോത്ത് 2024 ആകുമ്പോൾ 2.4% ആയിട്ട് മാറുമെന്നാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ് റിലീസ് ചെയ്ത വെസ്പ് എന്ന് പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 2024 6.2% ആയിട്ട് മാറുമെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ 2025 GDP എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 6.6% ആണ്. അതുപോലെ തന്നെ സൗത്ത് ഏഷ്യയുടെ GDP എന്ന് പറയുന്നത് 5.2% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇക്കണോമിക് ഗ്രോത്ത് 2.7% ആയിരുന്നു 2023. അത് 2.4% 2024 പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഇന്ത്യസ് GDP likely to grow by 7.3% in fiscal year 24. First advance estimated by NSO. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് ആണ് NSO. അതും മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ. അതായത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ എന്ത് റിലീസ് ചെയ്തു? ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ഫോർ ഫിനാൻഷ്യൽ ഇയർ 23-24 ബോത്ത് അറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് കറൻറ്റ് പ്രൈസസ്. അപ്പോൾ എന്താണ് പറയുന്നത്? NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ്, അവരെന്താണ് റിലീസ് ചെയ്തത്? ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ഫോർ ഫിനാൻഷ്യൽ ഇയർ 23-24.
As per it, Indian economic growth in real GDP will be at 7.3% in physical year 24 as compared to 7.2% in physical year 23. അപ്പോൾ അത് പ്രകാരം ഇന്ത്യൻ ഇക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇയർ 24 7.3% ആയിരിക്കും. എന്തിനെ കമ്പയർ ചെയ്ത് ഫിസിക്കൽ ഇയർ 23 അത് 7.2% ആയിരുന്നു. While in nominal terms, the projected GDP growth for India is GDP growth for India in 2000 ഫിസിക്കൽ ഇയർ 24 എന്ന് പറയുന്നത് 8.9% ആണ്. അപ്പോൾ എന്താണ് ന്യൂസ്? ഇന്ത്യാസ് GDP എന്ന് പറയുന്നത് ഫിസിക്കൽ ഇയർ 24 7.3% ആയിട്ട് ഗ്രോ ചെയ്യും. ആരാണത് പ്രഡിക്റ്റ് ചെയ്തത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്, മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസാണ് ആ ഡേറ്റ റിലീസ് ചെയ്തത്. അത് ഏതാണ് ഡേറ്റ? ഫസ്റ്റ് അഡ്വാൻസ് എസ്റ്റിമേറ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ഫോർ ഫിനാൻഷ്യൽ ഇയർ 23 to 24. അപ്പോൾ അത് പ്രകാരം എന്താണ് ഇന്ത്യൻ ഇക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് റിയൽ GDP 7.3% ആയിട്ട് ഫിസിക്കൽ ഇയർ 24 മാറും. ഫിസിക്കൽ ഇയർ 23 അതെന്ന് പറയുന്നത് 7.2% ആയിരുന്നു. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? വിറ്റോൾ ആൻഡ് ഗെയിൽ സൈൻസ് ലോങ് ടേം LNG സപ്ലൈ ഡീൽ ഇൻ ടു ഇന്ത്യ. അപ്പോൾ ഗെയിൽ എന്ന് പറയുന്നത് എന്താണ്? Gas Authority of India, GAIL Limited, a Maharatna Central Public Sector Enterprise under Ministry of Petroleum and Natural Gas, has signed a long-term liquefied natural gas deal with Singapore-based Vitol Asia Tea Limited for the supply of approximately 1 million metric tons of LNG per annum into India for a period of about 10 years with effect from 2026. അപ്പോൾ എന്താണ് വിറ്റോളും ഗെയിലും കൂടെ എന്ത് ചെയ്തു? MOU സൈൻ ചെയ്തു. ഗെയിൽ അതായത് ഒരു മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. അത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഗെയിൽ ആരുമായിട്ടാണ് ഒരു ലോങ് ടേം LNG ഡീല് സൈൻ ചെയ്തത്? സിംഗപ്പൂർ ബേസ്ഡ് വിറ്റോൾ ഏഷ്യ ടീ ലിമിറ്റഡുമായിട്ടാണ് ഗെയിൽ MOU സൈൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇക്കണോമി ആൻഡ് ബിസിനസ്സിൽ ഫസ്റ്റ് ന്യൂസ് എന്തായിരുന്നു? ഇന്ത്യയുടെ GDP ഗ്രോത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇയർ 2024 6.5% മുകളിൽ എക്സീഡ് ചെയ്യും. അത് ആര് റിലീസ് ചെയ്ത റിപ്പോർട്ടായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് റിലീസ് ചെയ്ത റിപ്പോർട്ട് പ്രകാരം. നെക്സ്റ്റ് ന്യൂസ് എന്തായിരുന്നു? REC ലിമിറ്റഡും അതുപോലെ തന്നെ RVNL കൂടെ എന്ത് ചെയ്തു? REC ലിമിറ്റഡും RVNL കൂടെ എന്ത് ചെയ്തു? MOU സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സ് 35,000 crore ഉള്ള ഇൻഫ്രാസ്ട്രക്ചറൽ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള MOU ആണ് സൈൻ ചെയ്തത്. 0.2% നിന്ന് 6.7% ആയിട്ടാണ് ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ചെയ്തത് 6.7% ആയിട്ട്. അതുപോലെ തന്നെ വേറെ ആരായിരുന്നു റിപ്പോർട്ട് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്? ഹാഫ് ഇയർലി ഇക്കണോമിക് റിവ്യൂ 23-24 അത് പ്രഡിക്റ്റ് ചെയ്ത് ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 6.5% ആയിട്ട് എക്സീഡ് ചെയ്യുമെന്നായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ റേറ്റിംഗ്സ് എന്താണ് ഫോർകാസ്റ്റ് ചെയ്തത്? ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഫിസിക്കൽ ഇയർ 24 6.7% ആയിട്ട് മാറുമെന്നാണ് ഫോർകാസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? ഓല ഇലക്ട്രിക്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രിക് 2-വീലറായിട്ട് മാറുന്നു. PLI സ്കീമിന് എലിജിബിളായി ഫസ്റ്റ് ഇലക്ട്രിക് 2-വീലറാണ് ഓല ഇലക്ട്രിക്കൽസ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഇന്ത്യ പ്രൊജക്റ്റഡ് ടു ഗ്രോ അറ്റ് 6.2% ഇൻ 2024. അപ്പോൾ ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 6.2% 2024 6.2% ആയിട്ട് ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് റീച്ച് ചെയ്യുമെന്ന് ആരാണ് പ്രെഡിക്റ്റ് ചെയ്തത്? യുണൈറ്റഡ് നേഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ അഫയേഴ്സ്. അത് എന്താണ് റിലീസ് ചെയ്തത്? വേൾഡ് ഇക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ്. ആ റിപ്പോർട്ടാണ് റിലീസ് ചെയ്തത്. അതിന് പ്രകാരമാണ് ഇന്ത്യയുടെ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 6.2% ആയിട്ട് മാറുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന GDP എന്ന് പറയുന്നത് എത്രയാണ്? 6.6%. 2025 ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 6.6% ആകുമെന്നാണ് അതിൽ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്?
ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് 7.3% ആയിട്ട് ഫിസിക്കൽ ഇയർ 2024 മാറും എന്നാണ് ആര് പ്രഡിക്റ്റ് ചെയ്തത്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രഡിക്റ്റ് ചെയ്ത് ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറയുന്നത് എത്രയാണ്? 7.3% ഫിസിക്കൽ ഇയർ 2024. നെക്സ്റ്റ് എന്താണ്? വിറ്റോളും ഗെയിലും കൂടെ ഒരു MOU സൈൻ ചെയ്തു. ആരുടെ അണ്ടറിൽ വരുന്നതാണ് ഗെയിൽ? ഗെയിൽ എന്ന് പറയുന്ന ഒരു മഹാരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് ആണ്. അത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് ആരുമായിട്ടാണ് ഡീൽ സൈൻ ചെയ്തത്? സിംഗപ്പൂർ ബേസ്ഡ് വിറ്റോൾ ഏഷ്യ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട്. എന്തിനാണ്? ഫോർ ദ സപ്ലൈ ഓഫ് അപ്രോക്സിമേറ്റ്ലി 1 million മെട്രിക് ടൺസ് ഓഫ് LNG പെർ ആനം ഇൻ ടു ഇന്ത്യ. അപ്പോൾ എന്താണ്? ഒരു 10 വർഷത്തേക്ക് 1 million മെട്രിക് ടൺ LNG എന്ത് ചെയ്യാനായിട്ടാണ്? സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗെയിലും ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? വിറ്റോളുമായിട്ടൊരു 10 വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു MOU ആണ് എന്ത് ചെയ്തത്? സൈൻ ചെയ്തത്. നെക്സ്റ്റ് ആണ് അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ. അവാർഡ്സിൽ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്റർ വിരാട് കോഹ്ലി വൺ പ്യൂബിറ്റി സ്പോർട്സ്മെൻ അത്ലറ്റ്സ് ഓഫ് ദ ഇയർ 2023 അവാർഡ്. ഇന്ത്യയുടെ ക്രിക്കറ്ററായിട്ടുള്ള വിരാട് കോഹ്ലി എന്ത് വിൻ ചെയ്തു? പ്യൂബിറ്റി സ്പോർട്ട് മെൻസ് അത്ലറ്റ് ഓഫ് ദ ഇയർ 2023 അവാർഡ്. ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? അർജന്റീനയുടെ ഫുട്ബോളറായിട്ടുള്ള ലയണൽ മെസ്സിനെ ഡിഫീറ്റ് ചെയ്ത് വിരാട് കോഹ്ലി പ്യൂബിറ്റി സ്പോർട്സ് മെൻ അത്ലറ്റ് ഓഫ് ദ ഇയർ 2023 അവാർഡ് കരസ്ഥമാക്കി. അതുപോലെ തന്നെ സ്പാനിഷ് ഫുട്ബോളറായിട്ടുള്ള ഐറ്റാന ബോൺമാട്ടിയാണ് ഫീമെയിൽ പ്യൂബിറ്റി ഫീമെയിൽ അത്ലറ്റ് അവാർഡ് ആരെ ഡിഫീറ്റ് ചെയ്തിട്ട്? കൊക്കോ ഗൗഫിനെ ഡിഫീറ്റ് ചെയ്തിട്ട് നേടിയത്. അപ്പോൾ എന്താണ്? ഇന്ത്യൻ ക്രിക്കറ്ററായിട്ടുള്ള വിരാട് കോഹ്ലി പ്യൂബിറ്റി മെൻസ് അത്ലറ്റ്സ് ഓഫ് ദ ഇയർ 2023 നേടി. അതാരെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടായിരുന്നു? ലയണൽ മെസ്സിനെ. അതുപോലെ തന്നെ സ്പാനിഷ് ഫുട്ബോളറായിട്ടുള്ള ഐറ്റാന ബോൺമാട്ടി എന്ത് ചെയ്തു? പ്യൂബിറ്റി ഫീമെയിൽ അത്ലറ്റ് ഓഫ് ദ ഇയർ അവാർഡ് വിൻ ചെയ്തു. അതാരെയാണ് ഡിഫീറ്റ് ചെയ്തത്? അമേരിക്കൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള കൊക്കോ ഗൗഫിനെ. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? MOYAS അനൗൺസ്ഡ് വിന്നേഴ്സ് ഓഫ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ 2023. On 4th January 2023, Ministry of Youth Affairs and Sports has announced the winners of രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹന പുരസ്കാർ 2023, which recognizes the corporate entities and individuals for outstanding contribution in the area of sports promotion and development. അപ്പോൾ എന്താണ്? മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് എന്ത് അനൗൺസ് ചെയ്തു? രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ അനൗൺസ് ചെയ്തു. അതെന്താണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ആൻഡ് ഇൻഡിവിജ്വൽസ് ഫോർ ഔട്ട്സ്റ്റാൻഡിംഗ് കോൺട്രിബ്യൂഷൻ ഇൻ ദ ഏരിയ ഓഫ് സ്പോർട്സിൻ്റെ ഏരിയയിൽ കോൺട്രിബ്യൂഷൻസ് നടത്തുന്ന ഇൻഡിവിജ്വൽസിനെയോ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെയോ ഒക്കെ ആദരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുരസ്കാരമാണ് രാഷ്ട്രീയ ഖേൽ പ്രോത്സാഹൻ പുരസ്കാർ. അത് നേടിയത് 2 കാറ്റഗറിയിലായിരുന്നു അവാർഡ് അനൗൺസ് ചെയ്തത്. ഫസ്റ്റ് കാറ്റഗറി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നർച്ചറിങ് ഓഫ് ബഡ്ഡിംഗ് ഓർ യങ് ടാലൻറ്റ്. അതിൽ വിന്നേഴ്സായിട്ട് ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ കർണാടക. അതിലെ വിന്നർ ആരാണ്? ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് നർച്ചറിങ് ഓഫ് ബഡ്ഡിംഗ് ഓർ യങ് ടാലൻറ്റ്. അതിൽ ആ കാറ്റഗറിയിലെ വിന്നറായിട്ടുള്ള ആരാണ്? ജെയിൻ ഡീംഡ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. നെക്സ്റ്റ് എന്താണ്? എൻകറേജ്മെൻറ്റ് ടു സ്പോർട്സ് ത്രൂ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതിലാരാണ് വിന്നറായിട്ടുള്ളത്? ഒഡീഷ മൈനിങ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, ഭുവനേശ്വർ, ഒഡീഷ. അത് വിന്നറായിട്ടുള്ളത് ഒഡീഷ മൈനിങ് കോർപ്പറേറ്റ് ലിമിറ്റഡ്, ഭുവനേശ്വർ, ഒഡീഷ. അപ്പോൾ ഇത്രയുമായിരുന്നു ഇന്നത്തെ ന്യൂസ്. ഇത്രയും ന്യൂസസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ ന്യൂസിലെ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ക്വിസായിട്ട് ചോദിക്കാം. അതിൻ്റെ ആൻസേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻസ്പയർ എന്ന് പറയുന്ന ആ പ്രോഗ്രാം ഏത് ബാങ്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് ഏത് സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഇൻസ്പയർ എന്ന് പറയുന്ന പ്രോഗ്രാം. നെക്സ്റ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ഒരു സൂപ്പർ സ്പെഷ്യൽ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു? അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സൂപ്പർ സ്പെഷ്യൽ 175 ഡേയ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റ് എത്രയായിരുന്നു? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
RBI ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൻ്റെ ആ റിപ്പോർട്ട് പ്രകാരം സ്മോൾ ഫിനാൻസ് ബാങ്കിൽ വൈഡസ്റ്റ് ഗ്യാപ്പ് ഓഫ് റെമ്യൂണറേഷൻ ആർക്കൊക്കെ ഇടയിലാണ് വൈഡസ്റ്റ് ഗ്യാപ്പ് ഉള്ളത്, റെമ്യൂണറേഷന് വൈഡസ്റ്റ് ഗ്യാപ്പ് ഉള്ളത് ആർക്കൊക്കെ ഇടയിലാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വന്ന് ബ്രിക്സിൽ ജോയിൻ ചെയ്ത 5 ന്യൂ മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്? ബ്രിക്സിൽ ജോയിൻ ചെയ്ത 5 ന്യൂ മെമ്പർ കൺട്രീസ് ഏതൊക്കെയാണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? ഗ്രീൻ കവർ ഇൻഡെക്സിന് വേണ്ടിയിട്ട് ആരുമായിട്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ MOU സൈൻ ചെയ്തത്? ഇത് ആദ്യത്തെ ഡെയിലി ന്യൂസാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരുമായിട്ടാണ് MOU സൈൻ ചെയ്തത്? ഗ്രീൻ കവർ ഇൻഡെക്സിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ അതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? RBI ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തിരുന്നു. ആ റിപ്പോർട്ട് പ്രകാരം സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ ഏറ്റവും വൈഡസ്റ്റ് ഗ്യാപ്പ് ഓഫ് റെമ്യൂണറേഷൻ ആരൊക്കെ തമ്മിലാണുള്ളത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായത്? ഏത് സ്കീമാണ് ഏത് ഏജിലുള്ള സിറ്റിസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു? അത് ഏത് സ്കീമാണ്? അത് ഏത് റേഞ്ചാണ് ആ സിറ്റിസൺസിൻ്റെ പ്രായം വരേണ്ടത്? നെക്സ്റ്റ്, ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു സ്കീം ലോഞ്ച് ചെയ്തിരുന്നു. ആ സ്കീമിന് ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? ക്വസ്റ്റ്യൻസാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൻസേഴ്സ് താഴെ കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ നോട്ട്സൊക്കെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ PDF അപ്ലോഡ് ആയിട്ടുണ്ട്. നോക്കുക, പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.